കാർഷിക വാർത്തകൾ. വേമ്പനാട്ടുകായലിലെ ജലനിരപ്പും ആഴവും കുറഞ്ഞതോടെ മത്സ്യസമ്പത്തിലും കക്ക സമ്പത്തിലും വലിയ ഇടിവ്. ഉപജീവനം പ്രതിസന്ധിയിലായ കക്ക തൊഴിലാളികൾ ആശങ്കയിൽ. വേമ്പനാട്ടുകായലിന്റെ ആഴം കുറഞ്ഞത് ജലഗതാഗതത്തെയും മത്സ്യബന്ധന മേഖലയും ഒരുപോലെ ബാധിക്കുന്നു. കായലിന്റെ സ്വാഭാവിക ഒഴുക്കും ജലസംഭരണ ശേഷിയും കുറഞ്ഞതോടെ ആഴക്കടലിൽ നിന്നുള്ള മത്സ്യസമ്പത്തിന്റെ വരവ് ഗണ്യമായി ഇടിഞ്ഞു. ഒരു കാലത്ത് സുലഭമായി ലഭിച്ചിരുന്ന കണമ്പ്, കാളാഞ്ചി, പൂമീൻ, വറ്റ, ചെമ്പല്ലി തുടങ്ങിയ മത്സ്യങ്ങളും നാരൻ ചെമ്മീൻ, കാരച്ചെമ്മീൻ എന്നിവയും ഇന്ന് അപൂർവമായി മാറിയിരിക്കുകയാണ്. മത്സ്യബന്ധനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന തൊഴിലാളികൾക്ക് വരുമാനത്തിൽ വലിയ ഇടിവാണ് നേരിടേണ്ടി വരുന്നത്. കക്ക സമ്പത്തും കുത്തനെ കുറഞ്ഞു. മുമ്പ് 1 മണിക്കൂർ അധ്വാനിച്ചാൽ 25 പാട്ട വരെ കക്ക ലഭിച്ചിരുന്ന സ്ഥലങ്ങളിൽ ഇന്ന് 8 പാട്ട കിട്ടിയാൽ പോലും ഭാഗ്യമെന്ന അവസ്ഥയിലാണ്. അധ്വാനത്തിനനുസരിച്ച് പ്രതിഫലം ലഭിക്കാത്തത് തൊഴിലാളികളെ പ്രതിസന്ധിയിലാക്കുന്നു. ഉപ്പുവെള്ളം കയറി വരുന്ന സമയത്താണ് കക്കയുടെ കുഞ്ഞുങ്ങൾ രൂപപ്പെടുന്നത്. എന്നാൽ ഇത്തവണ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ലെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ഇതോടെ വരും കാലത്ത് കായലിൽ നിന്നും കക്ക പൂർണ്ണമായും അപ്രത്യക്ഷമാകുമോ എന്ന ആശങ്കയും ഉയരുന്നു. വേമ്പനാട്ടുകായലിലെ ജലസംഭരണ ശേഷി കുറയുന്ന സാഹചര്യം പഠിക്കാൻ പ്രത്യേക സംഘത്തെ നിയമിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നും റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. കൃഷിയിലും വ്യവസായ മേഖലയിലും വലിയ മാറ്റങ്ങൾ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ 16ാം കേരള നിയമസഭയിലെ നയപ്രഖ്യാപനത്തിൽ കർഷകർക്കും ചെറുകിട സംരംഭങ്ങൾക്കും കൂടുതൽ പിന്തുണ ഉറപ്പാക്കുന്ന പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും മറികടക്കാൻ ജനകീയവും സുതാര്യവുമായ വികസന മാതൃകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കൃഷിയെ ലാഭകരമായ തൊഴിലാക്കി മാറ്റുന്നതിനായി നെല്ല്, നാളികേരം, റബ്ബർ എന്നിവയുടെ തറവില പുതുക്കും. സംഭരണ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനൊപ്പം വന്യജീവി ആക്രമണം നേരിടുന്ന കർഷകർക്ക് നഷ്ടപരിഹാരവും പ്രതിരോധ സംവിധാനങ്ങളും ശക്തിപ്പെടുത്തും. സ്ത്രീകളുടെ കാർഷിക പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ വുമൺ ഫാർമേഴ്സ് കൺസോർഷ്യം രൂപീകരിക്കും. പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, തേനീച്ച വളർത്തൽ എന്നിവയ്ക്ക് പ്രത്യേക പദ്ധതികളും നടപ്പിലാക്കും. സംസ്ഥാനത്ത് ആദ്യമായി സമഗ്ര മണ്ണ് പരിശോധനാ പോളിസിയും രജിസ്റ്ററും തയ്യാറാക്കും. സുഗന്ധവ്യഞ്ജന ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സ്പൈസ് പാർക്കുകളും പ്രൊക്യൂർമെന്റ് ഹബ്ബുകളും സ്ഥാപിക്കും. ഡിജിറ്റൽ ക്രോപ്പ് സർവേയും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമും വഴി കർഷകർക്ക് മികച്ച വിപണി ഉറപ്പാക്കാനാണ് ശ്രമം. വ്യവസായ രംഗത്ത് 10,000-ത്തിലധികം ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ആഗോള നിലവാരത്തിലെ പിന്തുണ നൽകും. GI ടാഗുള്ള കേരളത്തിലെ പ്രത്യേക ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനും സർക്കാർ പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. ഇന്ത്യയിലെ നാച്ചുറൽ റബ്ബർ ഉൽപാദനത്തിൽ വർധന. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ റബ്ബർ ഉൽപാദനം 3.4% ഉയർന്ന് 9.05 ലക്ഷം ടണ്ണിലെത്തി. 2025-26 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ നാച്ചുറൽ റബ്ബർ ഉൽപാദനം 9.05 ലക്ഷം ടണ്ണിലെത്തി. മുൻവർഷം ഇത് 8.75 ലക്ഷം ടണ്ണായിരുന്നു. കേരളം ഉൾപ്പെടെയുള്ള പ്രധാന റബ്ബർ ഉൽപാദന മേഖലകളിലെ അനുകൂല കാലാവസ്ഥ കൂടുതൽ ടാപ്പിംഗ് ദിനങ്ങൾ ഉറപ്പാക്കിയതും ഉൽപാദനം വർദ്ധിക്കാൻ കാരണമായി. റെയിൻ ഗാർഡിംഗ്, സെൽഫ് ടാപ്പിംഗ്, ശാസ്ത്രീയ കൃഷി രീതികൾ, രോഗനിയന്ത്രണ പ്രവർത്തനങ്ങൾ എന്നിവ റബ്ബർ ബോർഡ് ശക്തമായി നടപ്പാക്കിയതും ഉൽപാദന വർധനയ്ക്ക് പിന്തുണയായി. കേരള സർക്കാരിന്റെ റബ്ബർ പ്രൊഡക്ഷൻ ഇൻസെന്റീവ് സ്കീമിലൂടെ ഉറപ്പാക്കിയ വിലയും കർഷകർക്ക് ആത്മവിശ്വാസം നൽകി. രാജ്യത്തെ റബ്ബർ ഉപഭോഗം 14.27 ലക്ഷം ടണ്ണായി ഉയർന്നപ്പോൾ ഇറക്കുമതി 16.7% കുറഞ്ഞ് 4.59 ലക്ഷം ടണ്ണായി. ആഭ്യന്തര വിപണിയിൽ റബ്ബർ വില സ്ഥിരത കൈവരിച്ചതും കർഷകർക്ക് ആശ്വാസമാകുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ ടിവി ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.